നമ്മൾ പലരും ബിസി പാരൻസ് ആണല്ലേ. വർക്ക്, ഹോം, ഡെഡ്ലൈൻസ്, റെസ്പോൺസിബിലിറ്റീസ് ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ശ്വാസം എടുക്കാൻ ടൈം കിട്ടുമ്പോഴേക്കും ഒരു ദിവസം തീർന്നു പോകുന്നത് പോലെ തോന്നാം. എന്നാൽ ഒരു ദിവസം ഒരു 7 മിനിറ്റ് വീതം മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുമായിട്ടുള്ള ബന്ധം കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതൊരു കോഴ്സോ പുസ്തകമോ ഒന്നും അല്ല. 7 മിനിറ്റ്സ്, 7 റൂൾസ് ആൻഡ് 7 ഡേയ്സ്. ഇതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം. അടുത്ത 7 ദിവസങ്ങൾ 7 മിനിറ്റ് വീതം പൂർണ്ണ ശ്രദ്ധയോടെ നിങ്ങളുടെ കുട്ടിക്കായിട്ട് മാറ്റിവെക്കണം. ഗൈഡഡ് ബൈ ദിസ് 7 റൂൾസ്. ഒരാഴ്ച കഴിയുമ്പോൾ കുട്ടികളിൽ മാത്രമല്ല നിങ്ങളിലും മാറ്റം ഉണ്ടാവും. ഇനി നമുക്ക് റൂൾസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ബി പ്രസന്റ്. അതായത് നമ്മൾ കുട്ടിക്കായിട്ട് സ്പെൻഡ് ചെയ്യുന്ന 7 മിനിറ്റ്സ് പൂർണ്ണമായിട്ട് അവർക്ക് വേണ്ടി മാറ്റിവെക്കണം. ഈ സമയത്ത് പാചകം ചെയ്യാനോ കോൾ ചെയ്യാനോ ടെക്സ്റ്റ് ചെയ്യാനോ മറ്റു ജോലികളൊന്നും പാടില്ല. കുട്ടിയുടെ കൂടെ കൂടി കുട്ടിയുടേതായ ലോകത്തോട്ട് പോവുക. ഉദാഹരണത്തിന് കുട്ടി ഇരിക്കുകയാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഇരിക്കുക. അവരുടെ ഐ ലെവലിൽ നമ്മൾ വായിരിക്കുക. അവരുടെ മുഖത്ത് നോക്കുക. അവർക്കൊരു മറ്റു കൊച്ചു കൂട്ടുകാരനോ കൂട്ടുകാരിയെ പോലെ നമ്മളായിരിക്കുക. ഈ ഒരു 7 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് തോന്നണം. ഇനി രണ്ടാമത്തെ റൂളാണ് ലിസൺ മോർ ദാൻ യു ടോക്ക്. എപ്പോഴും നമ്മൾ പറയുന്നതല്ലേ കുട്ടികൾ കേൾക്കാറ്. പക്ഷെ ഈ കുറച്ച് സമയത്ത് നമ്മൾ കുറച്ച് പറയണം, കൂടുതൽ കേൾക്കണം. കുട്ടിക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കാൻ തയ്യാറാവുകയും അതിനുവേണ്ടി ടൈം കണ്ടെത്തുകയും ചെയ്യുന്നത് വഴി അവർക്ക് നമ്മളോടുള്ള ട്രസ്റ്റ് കൂടുക മാത്രമല്ല, ഇത് കുട്ടിയുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യും. അവർ നമുക്ക് വാല്യൂഡ് ആണെന്ന് ഫീൽ ചെയ്യും. കുട്ടിക്ക് പാരന്റുമായിട്ട് അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ബിൽഡ് ചെയ്യും. ഇനി തേർഡ് റൂളാണ് നെയിം ഫീലിങ്സ്. കുഞ്ഞിന്റെ ഇമോഷൻസിന് പേര് പറഞ്ഞു കൊടുക്കുക. ഉദാഹരണത്തിന് കുട്ടി ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മോൾക്ക് അല്ലെങ്കിൽ ദേഷ്യം വരുന്നുണ്ടോ, ദേഷ്യപ്പെട്ടിരിക്കുകയാണോ, നിരാശപ്പെട്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഇങ്ങനെ പറയും വഴി കുട്ടിക്ക് അവരുടെ സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നതിനോടൊപ്പം പാരന്റുമായിട്ടുള്ള ബോണ്ട് സ്ട്രോങ് ആവുകയും ചെയ്യും. കുട്ടിയുടെ ഇമോഷൻസിന് നമ്മൾ പേരിടുന്നത് വഴി കുട്ടിക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ബിൽഡ് ചെയ്യാനും അവരുടെ ലാംഗ്വേജ് സ്കിൽസ് കൂട്ടാനും അതോടൊപ്പം തന്നെ സ്വയം നിയന്ത്രിക്കാൻ പഠിക്കാനും സഹായിക്കുന്നു. ഇനി ഫോർത്ത് റൂളാണ് വാലിഡേറ്റ് ബിഫോർ യു ഗൈഡ്. കുട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റോ പിഴവോ വന്നാൽ കുട്ടിയുടെ ഫീലിങ്സ് ഫസ്റ്റ് അക്നോളജ് ചെയ്യുക, മനസ്സ് കാമാക്കുക. അതിനുശേഷം കറക്റ്റ് ബിഹേവിയർ ജെന്റ്ലി ഗൈഡ് ചെയ്യുക. എക്സാമ്പിള്, ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ളൊരു കുട്ടി, അതെങ്ങനെ വാലിഡേറ്റ് ചെയ്യാം? നമുക്ക് അവരോട് പറയാം, ഹോംവർക്ക് ചെയ്യാൻ കുറച്ച് മടിയൊക്കെ തോന്നാം, അത് നോർമലാണ്, ചെറിയ ബോറിംഗ് ഒക്കെ ആയിട്ട് തോന്നാം. നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ടെന്ന് അവർക്കും മനസ്സിലാക്കി കൊടുക്കുക. പിന്നീട് നമുക്കൊരു 10 മിനിറ്റ്സ് ചെയ്ത് നോക്കാം, അതിനുശേഷം ഒരു ബ്രേക്കൊക്കെ എടുക്കാം എന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്യാം. ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ വാലിഡേറ്റ് ചെയ്യുന്നത് വഴി കുട്ടിയുടെ ഇമോഷണൽ നീഡ്സ് ആണ് നമ്മൾ ഫസ്റ്റ് അഡ്രസ്സ് ചെയ്യുന്നത്, ലീഡിങ് ടു ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ, സ്ട്രോങ്ങർ ട്രസ്റ്റ് ആൻഡ് ബെറ്റർ പ്രോബ്ലം സോൾവിംഗ് ഇൻ ദ ലോങ് റൺ. ഇനി ഫിഫ്ത്ത് റൂളാണ് സ്റ്റേ ക്യൂരിയസ് നോട്ട് ഫ്യൂരിയസ്. വെൻ സംതിങ് ഗോസ് റോങ്, നമ്മൾ ഒരുപാട് ദേഷ്യപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ബ്രെയിൻ ഷട്ട് ഡൗൺ ആവും. നമ്മൾ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാതെ വരും. പക്ഷെ അതിന് പകരം നമ്മൾ ക്യൂരിയസ് ആവുകയാണെങ്കിലോ, കുറച്ച് ചോദ്യങ്ങളും കുറച്ച് മനസ്സിലാക്കലും ഒക്കെ ആയിട്ട് ഹാർട്ട് റേറ്റ് നോർമൽ ആയിരിക്കും, വോയിസ് സോഫ്റ്റ് ആവും, മൈൻഡ് അലേർട്ട് ആവും, വേണ്ടാത്തതൊന്നും പറയാനും ചെയ്യാനും തോന്നത്തില്ല. അപ്പോൾ ഇനി കുട്ടിയോട് പെട്ടെന്ന് ദേഷ്യം കാണിക്കുന്നതിന് പകരം ഒന്ന് പോസ് ചെയ്യുക, തിങ്ക് ചെയ്യുക. ശേഷം കുട്ടി എന്തുകൊണ്ടാവാം ഇങ്ങനെ പെരുമാറിയതെന്ന് മനസ്സിലാക്കുക, ഫീലിങ്സ് സേഫ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. സിക്സ്ത് റൂളാണ് സെലിബ്രേറ്റ് എഫോർട്ട് നോട്ട് പെർഫെക്ഷൻ. കുട്ടിയുടെ ഓരോ എഫേർട്ടും നമ്മൾ പ്രശംസിക്കുക. ജയമോ തോൽവിയോ ബലം എന്തു ആവട്ടെ, നീ വളരെ ബുദ്ധിമാനാണെന്ന് പറയുന്നതിനേക്കാൾ നീ നന്നായിട്ട് പരിശ്രമിച്ചു എന്ന് പറയുക. ശ്രമത്തെ നമ്മൾ പ്രശംസിക്കുന്നത് കുട്ടികളുടെ ധൈര്യം വളർത്താൻ വളരെയധികം സഹായിക്കും. ഇനി 7th റൂളാണ് എൻഡ് വിത്ത് വാംത്ത്. കുട്ടിയുമായി സ്പെൻഡ് ചെയ്യുന്ന ഈ 7 മിനിറ്റിന്റെ അവസാനം ഒരു പുഞ്ചിരിയോടും ആലിംഗനത്തോടും കൂടി അവസാനിപ്പിക്കുക. ഇന്ന് നിന്നോടൊപ്പം സമയം ചെലവഴിച്ചത് എനിക്ക് വളരെ ഇഷ്ടമായെന്ന് പറയുക. കുട്ടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അവരുടെ അഭിപ്രായം ചോദിക്കുക. ഇത് കുട്ടിക്ക് സ്നേഹവും സുരക്ഷയും നൽകും. കുട്ടിക്ക് ആവശ്യം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാരന്റിനെ അല്ല, ഒരുപാട് മണിക്കൂറുകൾ കൂടിയിരിക്കണമെന്നുമില്ല. എന്നാൽ കുട്ടിയുമായിട്ട് ചെലവഴിക്കുന്ന സമയം, നിങ്ങളുടെ പൂർണ്ണ സാന്നിധ്യം, കണ്ണുകളുടെ ശ്രദ്ധ, നിങ്ങളുടെ മനസ്സ് എല്ലാവർക്കും നൽകുക. അപ്പൊ ഇങ്ങനെ 7 മിനിറ്റ് കുട്ടിക്കായിട്ട് മാറ്റി വെക്കുമ്പം നമ്മൾ കുട്ടിയോട് പറയുന്നത്, നീ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, നിന്റെ ഫീലിങ്സും നമ്മുടെ ബന്ധവും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിമെമ്പർ, നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ കുട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്.